കോവിലിനുള്ളിലെ ബിംബത്തിൽ നോക്കി നിന്നു പ്രാർത്ഥിച്ചാൽ മനസ്സിലെ ഭാരമെല്ലാം ഇറക്കിവെച്ച പ്രതീതിയാണ് ഭക്തനുണ്ടാവുക. പ്രജ്ഞാനമാകുന്ന ബ്രഹ്മത്തെ മനുഷ്യന്റെ കർമ്മവാസനകളാകുന്ന തമസിനാലാണ് മറക്കപ്പെട്ടിരിക്കുന്നത്. ക്ഷേത്രത്തെ ശരീരത്തിന്റെ പ്രതീകമായി സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നു. അതിനാൽ ശ്രീകോവിലിനുള്ളിലെ ദേവവിഗ്രഹത്തെ എണ്ണയൊഴിച്ച് വിളക്കുകൾ കത്തിച്ചു പ്രകാശിപ്പിക്കേണ്ടതാണ്. അതുപോലെ മനുഷ്യനും തൻ്റെയുള്ളിൽ അപൂർണ ജ്ഞാനത്തെ മാറ്റി ആത്മസ്വരൂപത്തെ പ്രകാശമാനമാക്കി മാറ്റേണ്ടതാണ് എന്നതാണ് ദീപം പ്രകാശിപ്പിക്കുന്നത് കൊണ്ട് അർത്ഥമാക്കുന്നത്. അമിതമായ പ്രകാശം നമ്മുടെ റെറ്റിനയ്ക്ക് അനാരോഗ്യം പ്രദാനം ചെയ്യുമ്പോൾ ശാന്തതയോടെയുള്ള പ്രകാശരശ്മികൾ ഗുണകരമാണെന്ന് ശാസ്ത്രം സമ്മതിക്കുന്നുണ്ട്. ഇതിൽ നിന്നും ശ്രീകോവിലിനുള്ളിലെ വിളക്കുകളിൽ പ്രതിഫലിക്കുന്ന ശാന്തത മനസ്സിനൊപ്പം എന്ന് മനസ്സിലാക്കാം. ക്ഷേത്രത്തിലെ ശാന്തത നിറഞ്ഞ അന്തരീക്ഷത്തിൽ ദീപങ്ങളുടെയും ധൂപങ്ങളുടെയും ഗുണമേറ്റ് മനസ്സിൽ അശുഭചിന്തകളൊന്നും വരാതെ നാമജപം മാത്രം നടത്തി ഭഗവാന്റെ മുന്നിൽ തൊഴുതു നിൽക്കുമ്പോൾ കിട്ടുന്ന എനർജി മനസ്സിനും ശരീരത്തിനും ഗുണം നൽകുന്നു. അതിനാലാണ് ക്ഷേത്രത്തിനുള്ളിൽ നാമജപം മാത്രം എന്ന് പറയുന്നത്. ശ്രീകോവിലിലെ ബിംബത്തിൽ നിന്നും വരുന്ന കാന്തികരശ്മി അഥവാ ദേവചൈതന്യം ഭക്തനിലേക്ക് സർപ്പാകൃതിയിലാണ് എത്തിച്ചേരുന്നത്. അതിനാലാണ് നടയ്ക്ക് നേരെ നിൽക്കാതെ ഇടത്തോ വലത്തോ നീങ്ങി ഏകദേശം 30 ഡിഗ്രി ചെരിഞ്ഞു നിന്ന് വേണം തൊഴാൻ എന്ന് പറയുന്നത്. കാലുകൾ ചേർത്ത് ഇരു കൈകളും താമര മുട്ടുപോലെ പിടിച്ച് കണ്ണുകളടച്ച് ധ്യാനിക്കണമെന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ പരസ്പരം സ്പർശിക്കുന്ന വിരലുകൾ വഴി തലച്ചോറിലെ പ്രാണോർജ്ജം അതിശക്തിയായി ശരീരമാസകലം വ്യാപിക്കും. പൃഥ്വിശക്തി ചെറുവിരൽ വഴിയും ജലശക്തി മോതിരവിരൽ വഴിയും അഗ്നിശക്തി നടുവിരൽ വഴിയും വായുശക്തി ചൂണ്ടുവിരൽ വഴിയും ആകാശശക്തി പെരുവിരൽ വഴിയും സൃഷ്ടിക്കപ്പെടുന്നു. പൃഥ്വിശക്തി ശരീരബലവും ജലശക്തി പ്രാണവികാരബലവും അഗ്നിശക്തി മനോബുദ്ധിബലവും വായുശക്തി ബോധബലവും ആകാശശക്തി ആത്മബലവും നൽകുന്നു. ഓം നമഃ ശിവായ.